ഹായ് ഫ്രണ്ട്സ്, Myelectro എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HPൻ്റെ i3 8th ജനറേഷൻ ലാപ്ടോപ്പിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കന് ഒന്നടിച്ചു വിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഒട്ടും താമസിക്കാതെ തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. HPൻ്റെ ഒരു നല്ല പാക്കിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ബോക്സിലാണ് ഇതിൻ്റെ ചാർജറും ചാർജിൻ്റെ കേബിളും. ലാപ്ടോപ്പിന് മുന്നേ നമുക്ക് ചാർജിൻ്റെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ ചാർജിങ് അഡാപ്റ്റർ. ഇതിൻ്റെ വാൾട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 19.3 ആംപിയറിലാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. നോർമൽ ലാപ്ടോപ്പിൽ കൊടുത്തുന്ന കേബിൾ തന്നെയാണ് അതേ പോർട്ടും. ഇത് AC കോഡാണ്. നല്ല ക്വാളിറ്റിയുള്ള AC കോഡ് തന്നെയാണ്. ഇതിങ്ങനെ കറക്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. അതവിടെ വെച്ച് നമുക്ക് ലാപ്ടോപ്പിലോട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. ടച്ചിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന വരെ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോട്ട് വരാം. ജസ്റ്റ് ലാപ്ടോപ്പിൻ്റെ കവറെല്ലാം ഒന്ന് ഊരാം. ഫൈനലി ഇതാണ് HPൻ്റെ Intel Core i3 8th ജനറേഷൻ ലാപ്ടോപ്പ്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ബോഡി തന്നെയാണ്. തീരെ സ്ലിം ആയിട്ടുള്ള ലാപ്ടോപ്പ് തന്നെയാണ്. സ്ലിം എന്ന് മാത്രമല്ല 1.47 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. ഒരു സൈഡിലായിട്ട് നോക്കുമ്പോൾ സെക്യൂരിറ്റി കേബിൾ സ്ലോട്ടും USB പോർട്ടും മെമ്മറി കാർഡ് റീഡറും ഡ്രൈവർ ലൈറ്റ് ഇൻഡിക്കേഷനും പവർ ലൈറ്റ് ഇൻഡിക്കേഷനും കാണാം. മറ്റൊരു സൈഡിലായിട്ട് നോക്കുമ്പോൾ ഒരു ഹെഡ്ഫോൺ ജാക്കും 2 USB പോർട്ടും HDMI പോർട്ടും RJ45ൻ്റെ നെറ്റ്വർക്ക് ജാക്ക് പോർട്ടും AC അഡാപ്റ്ററിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻ ലൈറ്റും ഒരു പവർ സോക്കറ്റും കാണാം. ലാപ്ടോപ്പിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നമ്പർ അടങ്ങിയ ഒരു സ്റ്റിക്കറാണ് അതിൻ്റെ അടിയിലായിട്ട് പതിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് വിൻഡോസിൻ്റെ ലോഗോയും ഉണ്ട്. ലൈറ്റ് വെയ്റ്റ് നല്ലൊരു ബോഡി ഫിനിഷോട് കൂടിയിട്ടാണ് HPൻ്റെ 8th ജനറേഷൻ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് ഓൺ ചെയ്യാം. ഇതിനകത്ത് കുറച്ച് സ്റ്റാർട്ടപ്പ് ഫംഗ്ഷൻ ആദ്യം നമ്മൾ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ ചെയ്ത് ഒരു പാസ്വേഡും ഒരു യൂസർ നെയിമും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ഈ വീഡിയോയിൽ സമയമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. അത്രയും നമ്മൾ ചെയ്യുക. 14 ഇഞ്ച് LED ഡിസ്പ്ലേ ആണ് HP ഇതിന് നൽകിയിരിക്കുന്നത്.
ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയ ക്യാമറയും അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ഫ്ലാഷ് ലൈറ്റും കാണാം. ഏതൊരു ലാപ്ടോപ്പിനെ പോലെ തന്നെ 2 സൈഡ് സ്പീക്കേഴ്സ് തന്നെയാണ് ഇതിനും. 4 ഫിംഗർ വെച്ചിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടച്ച് പാഡാണ് ഇതിനുള്ളത്. ബാറ്ററി ഇൻഡിക്കേഷനാണിത്. 3 സെൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നർ ടൈപ്പ് കീബോർഡാണ് ഈ ലാപ്ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കമ്പനി നൽകിയിരിക്കുന്നത് വിൻഡോസിൻ്റെ OS ആണ്. (64-bit) OS ടൈപ്പാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം ഇൻക്ലൂഡ് ആണ്. ഓഫീസ്, വേർഡ്, നെറ്റ്ഫ്ലിക്സ് എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ഈ ലാപ്ടോപ്പ് കസ്റ്റം ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. ഉറപ്പിച്ച് നമുക്ക് ഒന്നുകൂടെ പറയാം, ഇത് ഒരു പണിയല്ല. നോട്ടിഫിക്കേഷൻ ആയിരിക്കും, അതാദ്യം തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മൈലക്ഷയുടെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും.